കർത്താവ് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 25-ാം വാക്യമാണ് നാം ചിന്തിക്കുന്നത്. പൗലോസും തൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവരും വളരെ നാളായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെ കാണാതെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസിനോട് ദൈവശബ്ദം കേൾക്കുകയാണ്, ഇതിനകത്ത് നിങ്ങൾ തകർന്നു പോകത്തില്ല. ആ കേട്ട ദൈവശബ്ദം കൂടെയുള്ളവരോട് പറയുകയാണ്, കർത്താവ് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. ദൈവം എപ്പോഴും വാഗ്ദത്തം നൽകുന്നത് നമ്മൾ കഷ്ടതയുടെ അതികഠിനമായ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോകുന്ന നിമിഷങ്ങളുടെ നടുവിൽ ദൈവശബ്ദം നമ്മെ കേൾപ്പിച്ചിട്ട് പറയും, എന്നെ ഞാൻ അക്കരെ എത്തിക്കുമെന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പലപ്പോഴും പ്രയാസമാണ്. എന്നാൽ പൗലോസ് പറയുക, കർത്താവ് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. ഈ പ്രഭാതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളാകട്ടെ, അത് രോഗമാകാം, നിരാശയാകാം, സാമ്പത്തിക ഞെരുക്കമാകാം, ജീവിതത്തിൽ നാളെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങളൊക്കെ ആകാം. പക്ഷേ ഈ പ്രഭാതത്തിൽ വിശ്വസിക്ക്, കർത്താവ് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. കർത്താവ് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. അതാരെല്ലാം അതിനെ മാറ്റാൻ നോക്കിയാലും കർത്താവ് അരുളി ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കർത്താവ് ഈ പ്രഭാതത്തിൽ കർത്താവ് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുന്ന അതിമഹത്തായ ചില ദൈവ പദ്ധതികൾ വെളിപ്പെടുന്നതിനായി നന്ദി. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.